അപ്പോൾ പതിവ് പോലെ തന്നെ എല്ലാ വർഷത്തും പോലെ തന്നെ മാഷാ അല്ലാ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നിൽക്കുന്നത് മലാസ് ലുലുവിൻ്റെ മുകളിലുള്ള റൂഫ് പാർക്കിങ്ങിലുള്ളത്. അത് റോയൽ ട്രാവൽസിൻ്റെ നോമ്പുതുറയാണിത്. എപ്പോഴും എല്ലാ വർഷവും ആദ്യമായിട്ട് റിയാദിൽ ഉണ്ടാവില്ല. റിയാദ് റോയൽ ട്രാവൽസിന് അതിഗംഭീരമായിട്ടുള്ള നോമ്പുതുറക്ക് തുടക്കം കുറിക്കൽ റോയൽ ട്രാവൽസാണ്. ഒരു 500ഓളം ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിവിപുലമായിട്ടുള്ള റിയാദിലെ മുഴുവൻ സാംസ്കാരിക അതല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനെയും മുഴുവൻ സൗഹൃദങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റോയൽ ട്രാവൽസിൻ്റെ നോമ്പുതുറയുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. വരൂ, വാ.
പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞ ആളുകൾക്ക് സമ്മാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഏതാണ്? ഉത്തരം ഓപ്ഷനിലുണ്ട്. മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, മസ്ജിദുൽ ഹറം. മസ്ജിദുൽ ഹറം. ഓക്കെ, പേരെന്താണ്? ഷിഫ്ന. എവിടെ നാട്ടിൽ? മലാസിൽ. എവിടെ നാട്ടിലോട്ട്? കൊച്ചിയിൽ. അപ്പൊ ഉത്തരം എന്തെങ്കിലും പറഞ്ഞത്? മസ്ജിദുൽ ഹറം. മസ്ജിദുൽ ഹറം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്നതിന് ഷിഫ്ന ആൻസർ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ ഹറമാണ്. അപ്പൊ ഷിഫ്നാക്കാണ് ആദ്യമായിട്ട് ഇവിടുത്തെ ചോദ്യത്തിന് ഫസ്റ്റ് പറഞ്ഞുള്ളത്. ഷിഫ്നയാണ്. ഷിഫ്നാക്കുള്ള സമ്മാനം കൈമാറിയിട്ടുണ്ട്. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകമായി നിർവഹിക്കുന്ന ഇബാദത്ത് ഏതാണ്? ഓപ്ഷൻ ഉണ്ട് ഇത്തികാഫ്, ഉംറ, ഹജ്ജ്. എന്താണ് ഇത്തികാഫ്? എന്താ പേര്? ഷഫീഖ്. അപ്പൊ നിങ്ങൾ ചോദ്യം കേട്ടിട്ടില്ല ഇവിടെ? ചോദ്യം എന്തായിരുന്നു? അവസാനത്തെ 10 പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? ഓക്കെ, ഇവിടെ നാട്ടില് ഞാൻ പട്ടാമ്പി. എന്താ പേര്? ഷഫീഖ്. ഓക്കെ. അപ്പൊ ഷഫീഖ് ആദ്യമായിട്ടാണ് നല്ലൊരു കാര്യത്തിന് അവന് ഏറെ കിട്ടിയുള്ളത്. നിങ്ങൾ സാലിയായിട്ടുള്ള അമല സ്വീകരിക്കട്ടെ അവനെ. ഓക്കെ, ഇനി ഇതുപോലെ സൽപ്രവം ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ. ഇതെടുത്താ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം സൗദി, ഇന്തോനേഷ്യ, ഈജിപ്ത്. മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം കേട്ടോ. മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഹാരിസ്. ഇവിടെ സൗദിയിൽ എത്രയായി? ഞാൻ 8 വർഷമായില്ലേ? ഇനി ഇതുപോലെ ക്രിസ്മസ് പങ്കെടുക്കാനും ഉത്തരം പറഞ്ഞ തോഫീക്ക് നൽകട്ടെ. ഏത് യുദ്ധമാണ് റമദാൻ മാസത്തിൽ നടന്ന പ്രധാന ചരിത്രസമായിട്ടുള്ള യുദ്ധം? ബദർ, ഉഹദ്, ഹന്തക്. ഉത്തരം എന്താണ്? നിങ്ങൾ പേരെന്താണ്? എവിടെ നാട്ടില്? കാസർഗോഡ്. താങ്ക് യു. നബിയുടെ മക്കളിൽ ഏറ്റവും ഇളയ മകൾ ഫാത്തിമ, സൈനബ്, റുക്കിയ. ഫാത്തിമ. നിങ്ങൾ പേരെന്താ? ഹബീബ്. നിങ്ങളുടെ സ്ഥലം? മലപ്പുറം അല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്. റസൂലിന്റെ ഏറ്റവും ചെറിയ മകള് ഫാത്തിമയാണ്. ഒരു സമ്മാനമാണ്. ഓക്കെ, സൗദി അറേബ്യയിലെ മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിച്ച ആദ്യത്തെ പള്ളി മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ഖുബ. മസ്ജിദുൽ ഖുബ. ഉത്തരം ശരിയാണ്. നിങ്ങൾ പേരെന്താണ്? ഷമീർ. എവിടെ നാട്ടില്? കോഴിക്കോട്. ഓക്കെ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, റസൂൽ ആദ്യമായി മദീനയിൽ പണി കഴിപ്പിച്ച പള്ളി. ഉത്തരം മസ്ജിദുൽ ഖുബ. മുഅദ്ദിൻ ബിലാൽ റളിയല്ലാഹു അൻഹു ഏത് നാട്ടുകാരനായിരുന്നു? യമൻ, ഈജിപ്ത്, അതുപോലെ എത്യോപ്യ. എന്തിനാ ആൻസർ? എത്യോപ്യ എന്നാണ് ആൻസർ. ആരാ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാട്. ശരിയാണ്. ഇത്ര ശരിയാണ്. ഭൂമിയിലെ ഏറ്റവും പഴയ പള്ളി മസ്ജിദുൽ അക്സ, മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി. ആരും ഉദ്ദേശിച്ചേ? തെറ്റാണ്. മസ്ജിദുൽ ഹറം. ഉത്തരം ശരിയാണ്. ഭൂമിയിലെ പഴയ പള്ളി എന്നുള്ളത് മസ്ജിദുൽ ഹറമാണ്. നിങ്ങൾ വേറെ എന്താണ്? നൗഷാദ്. നാട്ടില് ശരി. ഓക്കെ. പങ്കെടുത്ത അവസാനത്തെ യുദ്ധം ഏതാണ്? ഹൈബർ, തബൂക്ക്, ഹുനൈൻ യുദ്ധം. ഹുനൈൻ. തെറ്റാണ്. ഉത്തരം തെറ്റാ. തബൂക്ക് യുദ്ധം. എന്താ പേര്? ബഷീറുടെ നാട്ടില് ചളാരി. ഓക്കെ. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക സഹാബി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ്, അലി ബിൻ അബി ത്വാലിബ്. ആരാണ് ഫസ്റ്റ് പറഞ്ഞത്? അത് നോക്കില്ല. ശരിയാണ്. ഇനിയും ഇതുപോലെ ഉത്തരം പഠിച്ചാൽ ദീർഘായുസ് കൊടുക്കട്ടെ. സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ.